ഇടുക്കിയിലെ മലയോര പാതകളിൽ മണ്ണിടിച്ചിൽ ഒരു വലിയ പ്രതിസന്ധിയായി മാറുന്നു. നേര്യമംഗലം 6-ാം മൈലിൽ മരം വീണ് ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. തേക്കടി മൂന്നാർ സംസ്ഥാന പാതയിലും നെടുങ്കണ്ടം കമ്പം അന്തർ സംസ്ഥാന പാതയിലും വ്യാപകമായി മണ്ണിടിഞ്ഞ് ഗതാഗതം ഭാഗികമായി രാവിലെ തടസ്സപ്പെട്ടിരുന്നു. കല്ലാർ, കൂട്ടാർ, ബാലഗ്രാം തുടങ്ങിയ സ്ഥലങ്ങളിലും മണ്ണിടിച്ചിൽ ഉണ്ടായി. ജില്ലയിൽ മഴ തുടരുകയാണ്. ഇവിടെ ഒരു പ്രത്യേക സ്ഥലം. വിവരങ്ങളുമായി ജെയിനസ് രാജുവാണ് നമുക്കൊപ്പം ചേർന്നത്. ജെയിൻ, അല്പം മുൻപ് സംസാരിക്കുമ്പോഴും ജില്ലയിൽ പലയിടത്തും മഴ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, മഴക്കെടുതി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. പ്രധാനപ്പെട്ട പാതകളിൽ പലയിടത്ത് മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നതുകൊണ്ട് ഗതാഗതം തടസ്സപ്പെടുന്ന സ്ഥിതി. ജില്ലയിലെ ഇപ്പോഴത്തെ ഒരു പൊതു അന്തരീക്ഷം എങ്ങനെയാണ്? ഈ ഗതാഗതം സുഗമമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? രതീഷ്, കഴിഞ്ഞ ഒരു 4-5 മണിക്കൂറായി അതിശക്തമായ മഴ തുടരുകയാണ്. ജില്ലയിൽ പരക്കെ മഴയുണ്ട്. ഇപ്പോൾ മാത്രമാണ് ഒരല്പം മഴയുടെ ശക്തി ഒന്ന് കുറഞ്ഞിരിക്കുന്നത്. അപ്പോഴും പൂർണ്ണമായും ഇന്ന് മാറി എന്ന് പറയാൻ കഴിയില്ല. മലയോര മേഖലയിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ തോടുകളും പുഴകളുമൊക്കെ നിറഞ്ഞ് ഒഴുകുകയാണ്. ദേവിയാർ പുഴ പലയിടങ്ങളിലും കരകവിഞ്ഞ് ഒഴുകുന്നുണ്ട്. നേര്യമംഗലം ഭാഗത്താണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. നേര്യമംഗലം കുളമാങ്കുഴി ആദിവാസി ഉന്നതിയിലേക്കുള്ള പോകുന്ന പാത, ആ പാതയിൽ വെള്ളം കയറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ദേശീയ പാതയോരത്ത് പല സ്ഥലത്തും വെള്ളം റോഡിൻ്റെ ഒപ്പം തന്നെ എത്തുന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. പടിക്കപ്പ് ഭാഗത്ത് വെള്ളം കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നേര്യമംഗലത്തിന് സമീപം ചീയപ്പാറ 6-ാം മൈലിൽ മരം ഒടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ആ മരം മുറിച്ചു നീക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുന്നേ ഉള്ളൂ. അല്പസമയത്തിനകം അതുവഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഏത് സമയത്തും ആ പാതയിൽ ഇപ്പോൾ മരം വീഴാൻ സാധ്യതയുണ്ട്. കാരണം ദേശീയപാതയുടെ നിർമ്മാണം നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായി പല സ്ഥലത്തും മണ്ണിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മരം വീഴാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇതിന് പുറമെ നെടുങ്കണ്ടം, അതോടൊപ്പം തന്നെ രാജാക്കാട്, മൂന്നാർ, പീരുമേട് മേഖലയിലെല്ലാം അതിശക്തമായ മഴ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നുണ്ട്. പുഴയാണോ റോഡാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിൽ ജലം കുത്തി ഒഴുകുകയാണ് പാതകളിലൂടെ. അതിലൂടെ ഇരുചക്ര വാഹനങ്ങളും മറ്റും അപകടകരമായി പോകുന്നു. മറ്റു വഴിയില്ല. യാത്രക്കാരെ സംബന്ധിച്ച് വീട്ടിലേക്കും മറ്റും എത്താൻ മറ്റു വഴികളില്ലാത്ത സ്ഥിതിയാണ്. അപ്പോൾ നമ്മൾ പുറമേക്ക് സംസ്ഥാനത്തിന്റെ മറ്റ് ഇടങ്ങളിൽ ഇപ്പോൾ കോഴിക്കോട് മലയോര മേഖലകളിലൊക്കെ പ്രതിസന്ധി അല്പം കൂടുതലാണ്. സമാനമായി അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലൊരു പ്രതിസന്ധി രൂപപ്പെടുന്നുണ്ടോ? തീർച്ചയായിട്ടും ഈ തരത്തിൽ ദിവസങ്ങളോളം മഴ തുടരുന്നത് ഈ മേഖലയിൽ മണ്ണിടിച്ചിൽ സാധ്യത വളരെ കൂടുതലാക്കും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മരം വീണുള്ള അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ്. ഏറ്റവും ഒടുവിൽ നെടുങ്കണ്ടത്ത് നിന്ന് ലഭ്യമാകുന്ന ഒരു വിവരം, അവിടെ ഒരു തൊഴിലാളി സ്ത്രീ മരം വീണ് മരിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്നത്. അതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് കരുതുന്നത്. എന്തായാലും ഇന്നലെയും ഒരു തൊഴിലാളി സ്ത്രീ മരിച്ചിരുന്നു. നമുക്കറിയാം, ഈ മുന്നറിയിപ്പുകളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തോട്ടം മേഖലയിൽ തൊഴിൽ എടുക്കുന്ന ആളുകൾ അത് ഒഴിവാക്കണം എന്നൊരു നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് പലപ്പോഴും നൽകാറുണ്ട്. പലപ്പോഴും ഇതര സംസ്ഥാന തൊഴിലാളികളൊക്കെ ഈ ഏലത്തോട്ടത്തിലും മറ്റും താമസിക്കുന്നതുകൊണ്ട് തന്നെ ഈ മരം വീണൊക്കെ ഉണ്ടാകുന്ന അപകടങ്ങൾ അത് വളരെ കൂടുതലായിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. ചില ആളുകളൊക്കെ വിറക് ശേഖരിക്കാൻ പോയപ്പോഴൊക്കെ ജീവൻ നഷ്ടപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും മലയോര മേഖലയിൽ ജാഗ്രത വേണ്ട ഒരു മണിക്കൂറുകളാണ് ഇനി വരാൻ പോകുന്നത്. കാരണം ഇന്നലെയും ഇന്നുമായി തുടർച്ചയായി മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ മരം വീഴും, അതോടൊപ്പം തന്നെ മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മലയോര മേഖലയിൽ വലിയ ജാഗ്രത വേണം.